ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നല്ല ക്രിസ്പി ആയിട്ട് മൊര എന്നുള്ള ദോശയിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെയാണ് റവ ദോശ. അപ്പോൾ തൈര് ഒട്ടും തന്നെ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റവ ദോശയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ റവ ദോശ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ റവയാണ്. വറുത്ത റവയാണെങ്കിൽ എടുക്കാം, വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ അനുസരിച്ചിട്ട് നമ്മുടെ റവയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി. പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടി വേണം നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങില്ല അരിപ്പൊടി, അത് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ അല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ വറുക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ കട്ടയുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒരു അരക്കപ്പ് അളവിൽ എടുത്താൽ മതിയാവും. അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ റവ ദോശ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരല്പം തൈര് ചേർക്കാറുണ്ട്. പക്ഷേ ഇതിൽ തൈര് ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നല്ലതുപോലെ ഫൈനായിട്ട് വേണം ഇതിലേക്ക് ചേർക്കേണ്ടതെല്ലാം. അപ്പോൾ ഇതുപോലെ ഒരല്പം മാത്രം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി പേസ്റ്റ് ചേർക്കരുത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർക്കണം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ട കാര്യമാണ് പച്ചമുളകും കൂടി. ഞാൻ അത്യാവശ്യം വലിയ ഒരു പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തേക്കണം. പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കണം കേട്ടോ കറിവേപ്പില. അപ്പോൾ അതും കൂടെ ചേർക്കാം. എപ്പോഴും നമ്മുടെ റവ ദോശ തയ്യാറാക്കി എടുക്കേണ്ടത് നല്ലൊരു ഫ്രഷ് ടേസ്റ്റിലാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇടികല്ലിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. മുഴുവൻ കുരുമുളക് ചേർക്കരുത്, ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി, അതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടുള്ള ഈ മാവ് അനുസരിച്ചിട്ടല്ല, നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോണം. കാരണം നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർക്കാം. ഫസ്റ്റ് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോഴായിരിക്കും ആ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇത് കിട്ടുന്നത്. ഫസ്റ്റിലേ ഒരുപാട് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടയുണ്ടാവും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളം കൂടി ചേർക്കാം. റവ ആയതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വരും. കാരണം എത്രത്തോളം വെള്ളം ചേർക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ കുതിർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളിങ്ങനെ വെച്ചിരിക്കണം. അത്രയും സമയം കൊണ്ട് റവയും അരിപ്പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് കുതിർന്നിട്ട് വീണ്ടും ചെറിയ രീതിയിലൊന്ന് കട്ടിയായിട്ട് വരും. അതിന് ശേഷം വേണം നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിപ്പോൾ വെള്ളം എല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇതൊന്ന് കട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർക്കാനായിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഉപ്പൊക്കെ ഈ സമയത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തേക്കണം. ഇതുപോലെ ഈ ഒരളവിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരു കരണ്ടിയിലേക്ക് എടുത്തിട്ട് ഇതുപോലെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കട്ടിക്ക് വേണം ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടൂല. അത് വന്നിട്ട് കുറച്ച് കട്ടിയായിട്ട്, അതായത് നല്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത്. നമ്മളിങ്ങനെ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇത് വീണ്ടും കട്ടിയായി തുടങ്ങും. അപ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റവ ദോശയ്ക്കൊന്ന് തയ്യാറാക്കി എടുക്കാം.
നമ്മുടെ റവാ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ദോശ തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് പഴകിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കും. അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരില്ല. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴകിയത് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും അതിൽ സൂപ്പറായിട്ട് ഇളകി വരും. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമ്മുടെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അത്യാവശ്യം വലിയൊരു തവിയിൽ വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ചൂട് കല്ലിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ഹോളായിട്ട് വീഴും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചൂടായിട്ടുള്ള ദോശത്തവ തന്നെ വേണമെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്നതിൽ നിന്നും ഒരല്പം കൂടി സമയം കൂടുതലായിട്ടാണ് ഇത് എടുക്കുന്നത്. കാരണം അത്യാവശ്യം വെള്ളം പോലെയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടത് മൊരിഞ്ഞ് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മളെപ്പോഴും ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഒരല്പം എണ്ണയൊക്കെ ചില സമയങ്ങളിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എണ്ണയോ നെയ്യോ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. അതായത് നല്ല ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വന്നു തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അടിഭാഗം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ടെന്ന്. ഈ ഒരു സമയം നമ്മുടെ റവാ ദോശ എടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സൈസിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. റവാ ദോശയ്ക്ക് അങ്ങനെ പ്രത്യേകം ആ ഒരു ഷേപ്പൊന്നുമില്ല, ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ റവാ ദോശയുടെ കൂടെ ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ ഓണിയൻ ചട്നിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഞാൻ ലിങ്ക് വന്നിട്ട് പിൻഡ് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം. കൂടെ തന്നെ തേങ്ങാ ചമ്മന്തി ആണെന്നുണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. നല്ല കട്ടിക്കായിട്ടുള്ള തേങ്ങാ ചമ്മന്തി വെക്കാം. ഇതുവരെ ഇതുപോലെ റവാ ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ല ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.